ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിലുള്ളത്. കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ്. ബംഗാളിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ മിക്ക പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു. CPIM, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് രത്തൻ യു കേൽക്കറെ തൻ്റെ സെക്രട്ടറിയാക്കിയതിൽ തെറ്റില്ല. ഇതാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെ ന്യായീകരണം. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. അത് നമുക്ക് ആദ്യം കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം? അദ്ദേഹം സംസ്ഥാന സർവീസിലുള്ള ആളാണ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുവാണ്. ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അതിനുശേഷം എവിടേക്കാണ് പോയത്? ഹോമിലേക്ക് പോയി അല്ലേ? പിന്നെ ചീഫ് സെക്രട്ടറി ആയി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. ഇതിന് മുമ്പിരുന്ന എല്ലാവരും അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്ന്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായിട്ടാണോ പ്രവർത്തിച്ചത്? ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിന് എതിരെ യാതൊരു വിമർശനവും ഉയർന്നു വന്നിട്ടില്ലേ? ഉയർന്നു വന്നിരുന്നു. പരസ്യമായി തന്നെ CPIM അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു ചേർക്കുന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാറുള്ളത് MP ജയരാജനാണ്, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. അദ്ദേഹം നിരവധി തവണ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അത്തരം വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. പോളിംഗ് കണക്കുകൾ വെളിപ്പെടുത്തിയത് 4 ദിവസങ്ങൾക്ക് ശേഷം. വോട്ട് ചെയ്തവരുടെ എണ്ണം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. MP ജയരാജന്റെ പ്രസ്താവനയാണ്. ഇലക്ഷൻ കമ്മീഷൻ സാധാരണ പോളിംഗ് നടന്ന ആ ദിവസം തന്നെ രാത്രി 8 മണിയോടെ സമ്പൂർണമായ വോട്ട് എത്ര ചെയ്തു, എത്ര ശതമാനം ചെയ്തു തുടങ്ങിയ വിവരങ്ങൾ പുറത്തുവിടാറുണ്ട്. എന്നാൽ ഇത്തവണ അത് പുറത്തുവിട്ടില്ല. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തുവിട്ടത് എന്നോർക്കണം. അന്ന് തന്നെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് MP ജയരാജൻ ഇറക്കിയ പ്രസ്താവനയാണ് പ്രേക്ഷകർ കാണുന്നതും ഞാൻ വായിച്ചതും. SIR ഭരണഘടനാ വിരുദ്ധം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPIM സുപ്രീം കോടതിയിൽ. SIR കേരളത്തിൽ നടപ്പാക്കിയ ഉദ്യോഗസ്ഥനാണ് രത്തൻ യു കേൽക്കർ. എത്ര പേരെയാണ് വെട്ടിനിരത്തിയത്? ഏകദേശം 7 ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അത് എന്തിന് എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല രത്തൻ യു കേൽക്കർക്ക് എന്നോർക്കണം. അതിനുശേഷം വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്, പ്രേക്ഷകർ കാണാം. തെരഞ്ഞെടുപ്പ് ദിവസം കരട് വോട്ടർ പട്ടിക എതിർത്ത് രാഷ്ട്രീയ പാർട്ടികൾ, CPIM സുപ്രീം കോടതിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വാർത്തയുമുണ്ട്. അങ്ങനെ നിരവധി തവണ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു കേരളത്തിലെ CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം പ്രേക്ഷകർ മറന്നുപോയിട്ടുണ്ടാകില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരം BJP സീൽ കാണപ്പെട്ടതും വിവാദമായിരുന്നു. അന്ന് ഏറെ ചർച്ചപ്പെട്ട സംഭവമാണ്. അന്ന് ആ നടപടിയെ ന്യായീകരിച്ച വ്യക്തിയാണ് കേൽക്കർ. അതെങ്ങനെയാണ് വരിക? ഇലക്ഷൻ കമ്മീഷന്റെ കത്തിനോടൊപ്പം നൽകുന്ന ചില ഡോക്യുമെന്റുകളിൽ അതിൽ ഒരു ഡോക്യുമെന്റിൽ BJPയുടെ റൗണ്ട്സിൽ താമര ചിഹ്നം. അതെങ്ങനെ വന്നു? അതൊരു കൈപ്പിഴയാണ് എന്നാണ് അന്ന് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിച്ചത്. എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ BJP നേരിട്ട് ഇടപെടുന്നു. BJP ഓഫീസിൽ നിന്ന് നൽകുന്ന നിർദ്ദേശമനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചത് എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നു വന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ SIR-ന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തവർ 7 ലക്ഷത്തിലധികം വരും. അത്രയും പേരെ എന്തിന് നീക്കം ചെയ്തു എന്നതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഇലക്ഷൻ കമ്മീഷനെ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മുൻകൂട്ടി പ്രഖ്യാപിച്ച തീയതിക്ക് ഒരാഴ്ച മുമ്പ് ആരെയും അറിയിക്കാതെ വെബ്സൈറ്റ് ക്ലോസ് ചെയ്തു. എന്താണ് പ്രഖ്യാപിച്ചത്? നോമിനേഷൻ കൊടുക്കുന്ന ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം.
എന്നാൽ അതിന് ഒരാഴ്ച മുമ്പ് തന്നെ അത് അവസാനിപ്പിക്കുകയും ഇനി ആർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. 15-ാം തീയതി വരെ മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം നൽകിയുള്ളൂ എന്നാണ് ഓർമ്മ. അത് ശരിയാകാനാണ് സാധ്യത. എന്തുകൊണ്ട് നേരത്തെ പ്രഖ്യാപിച്ചു ഇനി ആർക്കും വോട്ട് ചേർക്കാൻ കഴിയില്ല എന്ന്? അതിനുള്ള ഉത്തരവും കൃത്യമായി നൽകാൻ കഴിഞ്ഞില്ല രത്തൻ യുൽക്കർക്കും. അതോടൊപ്പം തന്നെ 20,000-ഓളം സർക്കാർ ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്ക് കൂടി വോട്ടവകാശം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് നിർവഹിച്ചില്ല? അതിനുള്ള ഉത്തരവ് നൽകാൻ കഴിഞ്ഞില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്തെങ്കിലും അതിനൊരു പരിഹാരം കാണാമായിരുന്നു. പോസ്റ്റൽ വോട്ടാണ്, അത് പിന്നീട് ചെയ്താലും മതിയായിരുന്നു. അതിന് പോലും അവസരം നൽകാതെ 20,000-ഓളം ജീവനക്കാരുടെ വോട്ട് നിഷേധിക്കപ്പെട്ടു എന്നത് ചെറിയ കാര്യമല്ല. അതും നടന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടിംഗ് ശതമാനം കൃത്യമായി പറയാൻ ഒരുപക്ഷെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 4 ദിവസം വൈകിയാണ് ഒരു ഏകദേശ കണക്ക് തട്ടിക്കൂട്ടി പുറത്തുവിട്ടത് രത്തൻ യുൽക്കർ. തെരഞ്ഞെടുപ്പ് നടന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടും വോട്ടിംഗ് ശതമാനം പോലും കൃത്യമായി പുറത്തുവിടാൻ കമ്മീഷന് തയ്യാറായിരുന്നില്ല എന്ന്. അത് കേരളത്തിൽ വലിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ചില മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണവും അവസാനം സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടും കൂട്ടി നോക്കുമ്പോൾ വോട്ട് ചെയ്ത ആളുകളുടെ വോട്ടർമാരുടെ എണ്ണത്തെക്കാളും കൂടുതൽ വോട്ടുകൾ വിവിധ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്, കൂട്ടി നോക്കുമ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്ന കണക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ കൃത്യത ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. എന്തുകൊണ്ടാണ് കൃത്യത ഇല്ലാതിരുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം 100-ലധികം സീറ്റ് നേടും എന്ന് വി ഡി സതീശൻ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. വി ടി ബൽറാം പറഞ്ഞത് LDFന് 35 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന്. അതുപോലെ സംഭവിച്ചു, രണ്ടും സംഭവിച്ചു. മറ്റൊരു കാര്യം പറഞ്ഞത് പിണറായി വിജയൻ ആദ്യ റൗണ്ടുകളിൽ പുറകിൽ പോകുമെന്നാണ്. അതും സംഭവിച്ചു. എന്ന് വെച്ചാൽ കൃത്യമായ ഒരു ധാരണ ഇലക്ഷൻ കമ്മീഷനും UDF നേതൃത്വവും തമ്മിലുണ്ടായിരുന്നോ എന്ന സംശയം LDF നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇതുവരെ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നത് ചെറിയ കാര്യമല്ല, വലിയ പ്രശ്നം തന്നെയാണ്. എവിടെയോ ചിലതൊക്കെ ചീഞ്ഞു നാറുന്നുണ്ട്. അതല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വിജയിച്ച മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും കേരളത്തിൽ നടക്കാത്ത കാര്യമാണ്, നടന്നിട്ടില്ലാത്ത കാര്യമാണ്. വി ഡി സതീശൻ പറയുന്നത് നേരത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരായിരുന്നവർ വിവിധ തസ്തികകൾ വന്നിട്ടുണ്ട് എന്നാണ്. ശരിയാണ്, തസ്തികകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ഒരു കൂൾ ടൈം പോലും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, കഴിഞ്ഞ ഉടനെ ഇലക്ഷൻ കമ്മീഷൻ നേരെ പോകുന്നു, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആകുന്നു എന്ന രീതി ഇതിനു മുമ്പുണ്ടായിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷണറായി പ്രവർത്തിച്ചവർ പിന്നീട് വിവിധ പോസ്റ്റുകളിൽ വന്നിട്ടുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷെ അതിനൊരു കൂൾ ടൈം ഉണ്ടായിരുന്നു എന്നോർക്കണം. അതുപോലുമില്ലാതെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതുതന്നെയാണ് സംശയത്തിന് കാരണവും. കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല വി ഡി സതീശന് എന്നോർക്കണം.